അന്ന ആ മഹി, നീയോ? ഞാൻ ഇറങ്ങുമ്പോ നിന്നെ അവിടെ ഒന്നും കണ്ടില്ലല്ലോ. അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു നീ ഇറങ്ങുന്നൊക്കെ. ആ, ചിലപ്പോ ഞാൻ ശ്രദ്ധിക്കാത്തയാവും. പിന്നെ നീ ഇറങ്ങുമല്ലേ? എടാ, ജംഗ്ഷനിൽ നിന്ന് ഒരു ഓട്ടോ പറഞ്ഞേക്കോ ഇങ്ങോട്ട്. ഓട്ടോ എന്തിനാ? അത് ഇവക്ക് പോകാനാ. അന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. അത് ബുദ്ധിമുട്ടാവില്ലേ? ആർക്ക്? എനിക്കോ? ഞാൻ പോകുന്ന അതേ വഴിയില് 2 കിലോമീറ്റർ കൂടുതൽ പോണം സിദ്ധുവിന്റെ വീട്ടിലേക്ക്. അതൊരു ബുദ്ധിമുട്ടാണോ? എന്നാലും അതൊന്നും ശരിയാവില്ലടാ. അച്ചു, നീ പൊക്കോ, ഞാൻ മഹിയുടെ കൂടെ പൊക്കോളാം. അല്ല, അതെങ്ങനെ? അന്ന എവിടെ? അവള് പോയി. പോയെന്നോ? എപ്പോ? ഞാൻ കണ്ടില്ലല്ലോ. സെക്യൂരിറ്റിയെ പോലെ എൻട്രൻസിൽ നിന്നാ പോരാ, ഫോണിൽ നിന്ന് കണ്ണെടുത്ത് ചുറ്റും എന്താ നടക്കുന്നതെന്ന് കൂടി നോക്കണം. എന്തിനാ നീ എന്നോട് ചൂടാവണേ? എന്താണ് എന്റെ പ്രശ്നം? അവൾ എങ്ങനെ പോയെന്ന് നീ പറയുന്നേ? ഒരു ഓട്ടോയും ഇങ്ങോട്ട് വന്നിട്ടില്ല. അതിനാരാ ഓട്ടോയിൽ പോയെന്ന് പറഞ്ഞത്? അവള് മഹിയുടെ കൂടെയാ പോയത്. ആ, എന്നാ ടെൻഷനില്ല. നീ വാ, നമുക്ക് പോവാം. ടെൻഷൻ ഇല്ലെന്നോ? ഇപ്പോഴല്ലേ ശരിക്ക് ടെൻഷൻ. എന്തിന്? അവര് പോകുന്ന വഴി തന്നെയല്ലേ സിദ്ധുവിന്റെ വീട്. മഹിയുടെ കൂടെ ആവുമ്പോ 10-20 മിനിറ്റിനുള്ളിൽ അവള് വീട്ടിലെത്തിക്കോളും. അല്ല, ഓട്ടോയിലും കയറ്റി വിട്ടിരുന്നെങ്കിൽ 1 മണിക്കൂറെങ്കിലും കഴിയാതെ അവൾ എത്തില്ല. അതുവരെ നമുക്ക് ടെൻഷനല്ലേ? എന്നാലും മഹിയുടെ കൂടെ ആവുമ്പോ അറിയാത്ത ഒരാളുടെ കൂടെ 1 മണിക്കൂറോളം തനിച്ച് യാത്ര ചെയ്യുന്നതിനേക്കാളും എത്രയോ സേഫ്റ്റി അല്ലേ മഹിയുടെ കൂടെ പോകുന്നത്. അതുകൊണ്ടായിരിക്കും അവള് മറുത്തൊന്നും പറയാതെ അവന്റെ കൂടെ പോയത്. എന്നാലും എന്റെ ഉള്ളിൽ എന്തോ ഒരു പേടി. അവരുടെ റീയൂണിയൻ കാണേണ്ടി വരുമെന്നാണോ? അവർ രണ്ടുപേരും മെച്ചോർഡാണ്. അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഇൻ കേസ് നീ പേടിച്ച പോലെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ തീരുമാനത്തെ മാനിച്ചേ പറ്റൂ. നീ മുന്നും പിന്നെ ചിന്തിക്കാതെ ഓരോന്ന് വിളിച്ച് പറയല്ലേ. ഞാൻ പറഞ്ഞല്ലോ, അവരങ്ങനൊന്നും ചെയ്യില്ല. ഇങ്ങനൊരു തീരുമാനം എടുക്കണമെങ്കിൽ അതവർക്ക് എന്നേ ആകായിരുന്നു. ശരിയാ, ഞാനെന്തിനാ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണേ? അതാ ഞാനും പറഞ്ഞേ, ലീവ് ഇറ്റ്. അവരവരുടെ പാട്ടിന് വിട്ടേക്ക്. ഞാൻ സിദ്ധുവിനെ കുറിച്ച് ഇത്രയും നേരം ഓർത്തെ, അല്ലാതെ വേറൊന്നുമല്ല. അവനൊരു പ്യൂർ ഇന്നസെന്റ് സോളാണ്. കൂട്ടത്തിൽ ഏറ്റവും പക്വതയും അവനാണെന്ന് അവൻ തെളിയിച്ചു കഴിഞ്ഞതാണ്. അവനെ കുറിച്ച് നീ വെറിയിടാവണ്ട. അവൻ ഇതൊക്കെ സില്ലിയായിട്ട് എടുക്കും. ശരി, വാ പോവാം. ഹാ, സിദ്ധുവേട്ടനോ? അച്ഛനും ഉണ്ടല്ലോ. മഹിയേട്ടൻ എന്തേ? താര, അവനില്ല. ക്ലാസ് ഇപ്പൊ കഴിഞ്ഞാളും. അവനിപ്പോ എത്തുമായിരിക്കും. ഞാൻ കോളേജിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാ ഒരിടം വരെ പോകാനായിട്ട്. പോകുന്ന വഴി അങ്കിളുടെ കാറ് കണ്ട് നോക്കിയതാ. ഫെയിന്റായി ഡ്രൈവ് ചെയ്യാനാകാതെ നിൽക്കുമായിരുന്നു അങ്കിള്. അപ്പോ ആ വണ്ടി എടുത്തോണ്ട് അങ്കിളിനെയും കൊണ്ട് ഞാനിങ്ങ് പോന്നു. അയ്യോ, അച്ഛൻ എന്തുപറ്റി? കുഴപ്പമൊന്നുമില്ല മോളെ, ബിപിയിൽ വന്ന വേരിയേഷൻ ആവും. എന്നിട്ട് ഇപ്പൊ എന്താ തോന്നുന്നത്? ചെറിയ തലവേദന ഉണ്ട്. ഞാനൊന്ന് വിശ്രമിക്കട്ടെ. ഒന്ന് ഉറങ്ങി എണീറ്റാ എല്ലാം ശരിയായിക്കോളും. പിന്നെ മോളുടെ അമ്മയോട് പറയാൻ നിൽക്കണ്ട. ഞാൻ എത്തിയ കാര്യം അറിയിക്കണ്ട. ഓക്കെ ആയാ ഞാൻ അങ്ങോട്ട് വന്നോളാം. ശരി അച്ഛാ, അച്ഛൻ റെസ്റ്റ് എടുക്ക്. അച്ഛന്റെ തലവേദന ഉറക്കാൻ നെല്ലിക്കയും ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ഞാൻ ഇപ്പൊ ഒരു ചായ ഇട്ടുതരാം. അത് കുടിച്ച് കിടന്നാ മതി, തലവേദന ഒക്കെ തന്നെ മാറിക്കോളും. താര, നിനക്കെങ്ങനെ ഇങ്ങനത്തെ റെമഡിയൊക്കെ അറിയുന്നേ? ഇവിടെ ഗ്രാൻഡ് പാരന്റ്സിനൊപ്പം കഴിയുന്നവർക്ക് ഇങ്ങനത്തെ പൊടിക്കൈകളൊക്കെ അറിയും. ഇതൊക്കെ എനിക്ക് എന്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ. എനിക്കൊരു ചെറിയ തലവേദന വന്നാൽ കൂടി ഡാഡി ഇതുണ്ടാക്കി തരും. ട്രസ്റ്റ് മീ, ഇറ്റ്സ് അമേസിംഗ്. ഏട്ടൻ ഇവിടെ ഇരി, ഞാനിതൊന്നും ഉണ്ടാക്കിയിട്ട് ഇപ്പൊ വരാം. സിദ്ധു, മോളോട് എങ്ങനെയാ ഞാൻ? മോളെ കാണുമ്പോഴൊക്കെ എനിക്ക്... അങ്കിള് പോയി റെസ്റ്റ് എടുക്ക്. ഒന്നിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കണ്ട. അവളായിട്ട് എല്ലാം അറിയുന്നവരെ നമുക്കിത് പറയാനുള്ള അവകാശമില്ല. ഇത് പ്രഭങ്കലിന്റെ ലാസ്റ്റ് വിഷയല്ലേ? നീ മോളോട് എനിക്ക് ചായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക്. താര, സിദ്ധേട്ടൻ ഇരിക്ക്, ഇപ്പൊ ഇട്ടുതരാം. വേണ്ടടോ, ഞാൻ ഇറങ്ങുക. അത് പറയാനാ വന്നേ.
പിന്നെ അങ്കിളിനും ടീ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. നീ അതവിടെ വെച്ചിട്ട് ഇങ്ങ് പോര്. എന്താ ഇത്ര ധൃതി? മഹിയേട്ടൻ വന്നിട്ട് ഇറങ്ങിയാ പോരെ? അത് പോരടോ, നേരത്തെ വീട്ടിലെത്താൻ പറഞ്ഞതായിരുന്നു. ഇതിപ്പോ എന്നത്തെക്കാളും ലേറ്റാ. അതെങ്ങനെ? ഇവിടെ അടുത്തല്ലേ ഏട്ടന്റെ വീട്? കോളേജിൽ നിന്ന് വരുന്ന ദൂരമൊന്നും ഇല്ലല്ലോ. ആ, അത് ഇവിടെ നിന്ന് എന്റെ കാർ ഇരിക്കുന്നത് 10-12 കിലോമീറ്റർ അകലെയാ. ഓ, ഞാനതങ്ങ് വിട്ടുപോയി. താര, ആ, എന്താ ഏട്ടാ? ഡാ, നിനക്ക് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. വിളിപ്പുറത്ത് ഞാനുണ്ടാവും. എന്തിനാണ് കരയുന്നേ? ഞാൻ കരുതിയത് ദൈവം എന്നിൽ നിന്നെല്ലാം നഷ്ടപ്പെടുത്താണെന്ന്. പക്ഷെ അല്ല, മറ്റു പലതും എന്നിലേക്ക് അടുക്കാൻ വേണ്ടി ദൈവം ചിലതൊക്കെ മാറ്റി നിർത്തിയതാ. ഏയ്, കരയല്ലേ. നീ ഒരിക്കലും കരയാൻ പാടില്ല. സില്ലി ഗേൾസിനെ പോലെ. നീ ബോൾഡ് അല്ലേ. അപ്പൊ പിന്നെ ഈ കണ്ണീരൊക്കെ തുടച്ചേ. യാ. ശരി, അപ്പൊ ഞാൻ ഇറങ്ങുവാണേ. അപ്പൊ അമ്മേനെ കാണുന്നില്ലേ? ഇല്ലടോ, എനിക്കിപ്പോ ഒട്ടും സമയമില്ല. അമ്മയാണെങ്കി ആന്റിയെ കാണാൻ വരാനിരിക്കുക. കഴിയുകയാണെങ്കിൽ നാളെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങാം. മഹിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നെങ്കിലും സാഹചര്യം ശരിയല്ലെന്ന് മനസ്സിലാക്കിയ അവനും മൗനമാണ് ഉചിതമെന്ന് കരുതി അവളും യാത്രയിലുടനീളം മൗനം പാലിച്ചു. ഏട്ടാ, മഹിയല്ലേ അത്? അതെ. ഇവിടെ വന്നിട്ട് അവനെന്താ ഇങ്ങോട്ട് കയറാതെ പോയേ? എന്തേലും തിരക്ക് കാണും. അതൊന്നുമല്ല, ഞാൻ കുറച്ചായി ശ്രദ്ധിക്കുന്നു. സിദ്ധുവും മഹിയും തമ്മിൽ എന്തോ അകൽച്ചയുണ്ട്. അല്ലെങ്കിൽ ചക്കര അടയം പോലെ ഇരിക്കുന്നവരാ. ഒന്നേലും മഹി ഇവിടെ, അല്ലെങ്കിൽ സിദ്ധു അവിടെ. ഒന്ന് എനിക്കറിയാം, കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഏയ് മതി, മോള് വരുന്നുണ്ട്. ഗുഡ് ഈവനിങ്. ആ മോളെ, സിദ്ധു എവിടെ? സിദ്ധു ഒരവർ മുമ്പ് ഇങ്ങോട്ട് എമർജൻസി ആയിട്ട് പോയി. മോളെ കൊണ്ടുവിട്ടത് മഹിയല്ലേ? അവനെന്താ ഇങ്ങോട്ട് കയറാതെ പോയേ? മോളോടൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? സിദ്ധുവും മഹിയും തമ്മിൽ എന്താ പ്രശ്നം? ഇതൊക്കെ മോളോട് ചോദിച്ചാൽ എങ്ങനെ? മോള് മുറിയിലോട്ട് പൊക്കോ. ഫ്രഷ് ആയിട്ട് വേഗം വാ. മോളെ വെയിറ്റ് ചെയ്യായിരുന്നു കോഫി അടിക്കാൻ. സിദ്ധു കൂടി ഇങ്ങനെ എത്തുവാണെങ്കിൽ ഒരിടം വരെ പോകാനുണ്ട്. ആ, ഞാനിപ്പോ വരാം. എന്താണോ ഇത്? അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് മോളെങ്ങനെ അറിയാനാ? അതെന്താ, അവരൊക്കെ ഒരുമിച്ചല്ലേ ഉള്ളത്, അറിയാതിരിക്കൊന്നുമില്ല. എന്തായാലും ശരി, നീ ഇതൊക്കെ സിദ്ധു വന്നാൽ ചോദിച്ചറിഞ്ഞേക്ക്. അല്ലാതെ ഞാൻ നിനക്ക് നല്ല കോഫി ഇട്ടുതരാം. ഈ ചൂടിൽ ഒരു ചൂട് കോഫി കൂടി കുടിച്ചേക്ക്. ഇതാ ഏട്ടാ, എന്നെ വട്ട് പിടിപ്പിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ ഹോബിയായി മാറിയിട്ടുണ്ട്. എന്നെങ്കിലും അവളോട് ഒരു സോറി പറയണം. ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. സോറി. എന്താ? ഐ എം സോറി. എന്തിന്? ഇന്നലെ ഞാൻ. ഇറ്റ്സ് ഓക്കെ. എന്നാ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അവൾ ആർക്കാ തിരക്കിട്ട് വിളിച്ചോണ്ടിരിക്കുന്നേ? അങ്കിളാണോ? അല്ല, ജിത്തുവേട്ടനാ. ഹലോ ഏട്ടാ, പറ. ആ, ഒറ്റയിറങ്ങി തന്നെ എടുത്തല്ലോ. ഫോണ് നോക്കിയിരിക്കുമായിരുന്നു. പഠിക്കാനൊന്നുമില്ലേ? ക്ലാസ്സിൽ വരുന്നില്ലെന്നും കരുതി നോട്ട്സ് ഒക്കെ ഞാൻ അയക്കുന്നുണ്ടല്ലോ. അതെല്ലാം എഴുതുന്നുണ്ടല്ലോ. ആ, അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ആ, പിന്നെ താൻ ചായ കുടിച്ചോ? ആ, ഞാൻ കുടിച്ചു. ഏട്ടൻ കുടിച്ചായിരുന്നോ? ഇല്ല, ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. എങ്കിൽ ശരിയടോ, ഞാൻ ഫ്രീ ആയിട്ട് പിന്നെ വിളിക്കാം. ആ, ശരി ഏട്ടാ. സിദ്ധു, നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എപ്പോഴാ വന്ന്? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ എത്തിയതുള്ളൂ. അത് ടയർഡായല്ലോ. എന്തു പറ്റിയടാ? അച്ഛാ, അത്. ഓ, എത്തിയോ എന്റെ പൊന്നാര മോൻ? അമ്മ സോറി, ഞാൻ കുറച്ച് ലേറ്റായി. ആഹാ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടായിരുന്നോ?
അമ്മ എനിക്ക് എമർജൻസി ആയിട്ട് പുറത്തു പോവേണ്ടി വന്നു. അതിലും വലിയ എമർജൻസി ആയിരുന്നു ഇന്ന് മുത്തശ്ശിയെ കാണാൻ പോവാന്നുള്ളത്. ഞാൻ കാര്യം എന്താന്ന് പറയാതെ അമ്മ എങ്ങനെയാ എനിക്കുള്ളതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഇതെന്ന് തീരുമാനിക്കണത്? അത് നിനക്ക് കാര്യത്തിന്റെ ഗൗരവം അറിയാത്തതുകൊണ്ടാ. മുത്തശ്ശിയെ അങ്കിളിനെ ഒക്കെ കാണാൻ പോണം. അന്നയുടെ കാര്യം അവിടെ അവതരിപ്പിക്കണം. അതല്ലേ? അതിപ്പോ നാളെ പോവാനോ? ഓ, അപ്പോ അതെല്ലാം തീരുമാനിച്ചു വെച്ചേക്കുവാണല്ലേ? അല്ലെങ്കിലും എല്ലാ തന്നിഷ്ടത്തിനാണല്ലോ ചെയ്യുന്നേ. ഇനി ഇതായിട്ട് ഞങ്ങളെ മാനിക്കണ്ട. നീ ഇവളെ കൊണ്ട് പൊക്കും, ഞാൻ വരുന്നില്ല. അമ്മ പ്ലീസ്, ഞാൻ ഓൾറെഡി മെന്റലി തകർന്നിരിക്ക. കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. ഓ ആയിക്കോട്ടെ, ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടാണല്ലേ? ശരി, ഇനി ഞാൻ മിണ്ടുന്നില്ല. എന്താണോ ഇത്? പോയി. മോളിതൊന്നും കാര്യാക്കണ്ട. കുറച്ചു കഴിഞ്ഞാൽ അവള് ശരിയാവും. ഇപ്പൊ പറഞ്ഞതൊന്നും അപ്പൊ ഓർമ്മ കാണില്ല. അച്ഛാ, ഞാൻ വല്ലാത്തൊരവസ്ഥയില. അതാ ഞാൻ അങ്ങനൊക്കെ. സിധു, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? നീ പാനിക് ആവണ്ട. അവളോട് ഞാൻ സംസാരിക്കാം. പിന്നെ നാളെ തന്നെ അങ്കിളിന്റെ വീട്ടിൽ പോണം. മുത്തശ്ശിയെ കാണണം. ഇതിത്തിരി സീരിയസ് മാറ്റർ തന്നെയാണ്. നോക്കണ്ട, മുത്തശ്ശിക്ക് നിന്റെ കല്യാണം കൂടണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നു. നിനക്ക് വേറെ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു അറേഞ്ച്ഡ് മാരേജിന് പ്ലാൻ ഉണ്ട് നിന്റെ അമ്മാവന്. നിന്നെ ആന്റിയുടെ മോള് ശ്രേയെ നിനക്ക് വേണ്ടി ആലോചിക്കുന്നുണ്ട് അവര്. ഇന്നോ നാളെയോ ആ പ്രപ്പോസലും കൊണ്ട് അവരിങ്ങോട്ട് വരാനിരിക്കുക. അവരിങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് എത്തണം. ഓ, അതാണല്ലേ അമ്മക്ക് ഇത്രക്ക് തിടുക്കം. എങ്കിൽ ഇക്കാര്യമെല്ലാം ഒന്ന് വിളിച്ചറിയിച്ചൂടെ അമ്മക്ക്? ഇവിടെ സംഭവിച്ചതൊക്കെ ഫോണിൽ വിളിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ? എങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പുറപ്പെട്ടാലോ? ഇന്ന് മുത്തശ്ശിയുടെ കൂടെ അവിടെ തങ്ങാം. അത് നല്ലതാ. എങ്കിൽ നീ പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ അവളോട് പറഞ്ഞിട്ട് വരാം. അന്ന, നിനക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ? ഉണ്ടെന്ന് പറഞ്ഞ താൻ പോവാതിരിക്കോ? ആരാ ഈ നേരത്ത്?